മേഘാലയയിലെ സുമേറിലുണ്ടായ വാഹനാപകടത്തിൽ വൈദികനും കന്യാസ്ത്രീകളും ഉൾപ്പെടെ 6 പേർ മരിച്ചു. അമിത വേഗത്തിലെത്തിയ ട്രക്ക് കാറിലിടിച്ചതാണ് അപകട കാരണം. 6 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഫെബ്രുവരി 26 ഉച്ചകഴിഞ്ഞ് 2:30യോടെയാണ് ബൊൻഗായ്ഗാവ് രൂപതയുടെ കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വൈദികനും കന്യാസ്ത്രീകളും ഉൾപ്പെടെ 6 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിക്കുന്നത്. ഷില്ലോങ്ങിലേക്ക് പോകുകയായിരുന്ന 6-അംഗ സംഘം സഞ്ചരിച്ച കാറിലേക്ക് എതിർദിശയിൽ നിന്ന് അമിത വേഗത്തിൽ വന്ന ട്രക്കിടിച്ചാണ് അപകടമുണ്ടായത്. 6 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് ഓഫ് ഇന്ത്യ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ബൊൻഗായ്ഗാവ് രൂപതയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മരണപ്പെട്ടവർക്കും അവരുടെ ഉറ്റവർക്കുമായി പ്രാർത്ഥിക്കുന്നതായും CCBI പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറവോ ബൊൻഗായ്ഗാവ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ തോമസ് പുല്ലോപ്പിള്ളിന് അയച്ച അനുശോചന കത്തിൽ വ്യക്തമാക്കി. അപകടത്തിൽ മരണപ്പെട്ട ബൊൻഗായ്ഗാവ് രൂപതാംഗമായ ഫാദർ മാത്യു ദാസ് ബാരാമയിലെ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഫാദർ മാത്യു ദാസിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഫെബ്രുവരി 28 ബൊൻഗായ്ഗാവ് ക്രൈസ്റ്റ് ദി ലൈറ്റ് ഓഫ് ടെക് വേൾഡ് കത്തീഡ്രലിൽ വെച്ച് നടക്കുമെന്ന് രൂപത അറിയിച്ചു. മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുമ്പ് ഉച്ചകഴിഞ്ഞ് 2 മുതൽ 3 വരെ ഫാദർ മാത്യു ദാസിന്റെ ഭൗതിക ശരീരം കത്തീഡ്രലിൽ തന്നെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നും രൂപത അറിയിച്ചു. അപകടത്തിൽ മരണപ്പെട്ട ബരാമ ഫാത്തിമ കോൺവെന്റിലെ സിസ്റ്റർ മെലാഗിൻ ഡാൻസ്, സിസ്റ്റർ പ്രോമിലാഡ്, സിസ്റ്റർ റോസി നൊൻഗറോം എന്നിവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഫെബ്രുവരി 28 രാവിലെ 10 മണിക്ക് റാഞ്ചിയയിലെ സെന്റ് പോൾസ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തുമെന്ന് ഗുവാഹട്ടി അതിരൂപത അറിയിച്ചു. ചർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്.